ഇത്താത്താൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഞാൻ എന്നും പോകുമ്പോഴതിങ്ങനെ കാണുമ്പോൾ വീഡിയോ എടുക്കണം എന്നിങ്ങനെ വിചാരിക്കും. റോഡ് സൈഡ് ആയതോടെ അപ്പുറത്ത് നിറയെ ആളുകളുണ്ടാവും. വണ്ടിയൊക്കെ പോണ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല കേട്ടോ. ഇന്ന് കുറച്ച് നല്ലൊരു സമയം കിട്ടി, ആളൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഭയങ്കരമായിട്ട് ഓർമ്മകളാണ്. ഞങ്ങൾ മുത്തൂർ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ തിരൂർ മുത്തൂർ സ്കൂളിലാട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ തൊട്ടടുത്ത വീട്ടിലുണ്ടാകും, നിറയെ ഉണ്ടാവും. ഇൻ്റർവെൽ സമയത്ത് നമ്മളിത് ഓടിപ്പോയി പൊട്ടിച്ച് കൊണ്ടുവരും. താഴെ വീണെടുക്കുന്നത് ഇങ്ങനെ പഴുത്തതൊക്കെ കഴിക്കും. അതിൻ്റെ അകത്തുള്ള മേലുള്ള ആ കഴമ്പ് കഴിച്ചിട്ട് പിന്നെ ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള പരിപ്പ് കഴിക്കും കേട്ടോ. ഞങ്ങൾ അന്നൊക്കെ പറയുന്നത് പാവങ്ങളുടെ ബദാമാണെന്ന്. ഗൾഫിൽ നിന്നൊന്നും ബദാം കൊണ്ടുവന്ന് കഴിക്കുന്നതിനേക്കാളും നമുക്ക് കിട്ടൂല, അതിനേക്കാളും ഇഷ്ടം ഇതുമായിരുന്നു കേട്ടോ. കിട്ടാത്തതുകൊണ്ടാട്ടോ നമുക്ക് ഇതിനോടുള്ള ഇഷ്ടം. ആ ബദാമിൻ്റെ ഒരു കുഞ്ഞു ഷേപ്പാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ള പരിപ്പ്. എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ട്? ഇത് കാണുമ്പോൾ നമുക്ക് ആ പഴയ കാലത്തിലേക്ക് ഓർമ്മ വരുന്നില്ലേ? ഞാൻ എൻ്റെ സ്കൂളിൽ LP പഠിക്കുന്ന സമയത്താണ് കേട്ടോ കൂടുതലും കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടി ഞാൻ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 2 ഐറ്റം ഉണ്ട്, ഒരു മഞ്ഞ കളറുണ്ട്, ചുമന്ന കളറുണ്ട് കേട്ടോ. ഇത് ചുവപ്പാണ്. രണ്ടാണെങ്കിലും ഞാൻ ഒരുപാട് കഴിച്ച സാധനമാണ്. ഈ വീഡിയോ കാണുമ്പം ഇത് കഴിച്ചവരുണ്ടെങ്കിലും ഇതേപോലെയൊക്കെ ഓർമ്മകളുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, ഈ റോഡ് സൈഡിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ അത് മുഴുവൻ പെറുക്കി കൊണ്ടുപോയിട്ട് നമ്മൾ അന്ന് ചെയ്തതുപോലെ ഇങ്ങനെ കല്ലിൽ വെച്ച് കുത്തി പൊട്ടിച്ച് അതിനകത്തുള്ള പരിപ്പ് കഴിക്കാൻ തോന്നുകയാണ്. ഞാൻ ഇത് നന്നായിട്ട് കഴിച്ചു കേട്ടോ, ആ പഴയ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ.